കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന് കീഴിൽ പാറാലിൽ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെയും പാർക്കിംഗ് യാർഡിൻ്റെയും ഉദ്ഘാടനം നടന്നു. മുൻ എം.എൽ.എയും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി. ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം പി. കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ പി. ജയരാജൻ നിർവഹിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സഹകരണ ബാങ്ക് ആരോടാണ് മത്സരിക്കേണ്ടത്? പ്രധാനമായിട്ട് രാജ്യത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റ് ബാങ്കുകളോടാണ് മത്സരിക്കേണ്ടത്. അങ്ങനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സഹകരണ മേഖലയിൽ അത് സ്വീകരിക്കണം എന്നതാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈവിധ്യമാർന്ന മേഖലയിലേക്ക് സഹകരണ മേഖലയിലെ മൂലധന നിക്ഷേപത്തെ വ്യാപിപ്പിക്കുക എന്നത് സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഓരോ മേഖലയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ പഴയ നിക്ഷേപം വാങ്ങുക, വായ്പ കൊടുക്കുക, അതിൻ്റെ പലിശയെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോവുക, ലാഭകരമായിട്ട് ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് ചെയ്യുക. എന്നാൽ അതോടൊപ്പം അത് വളരെ പ്രധാനമാണ്. ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപവും അതുപോലെ തന്നെ വായ്പ കൊടുക്കലും ഒക്കെ പ്രധാനമാണ്. അതേസമയം മിച്ചമുള്ള പണം എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം? ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെയാണ് സഹകരണ ബാങ്കുകൾ ഓഡിറ്റോറിയം നിർമ്മാണത്തിലേക്ക് കടന്നത്. റെയ്ഡ്കോ ചെയർമാൻ എം. സുരേന്ദ്രൻ അധ്യക്ഷനായി. മുൻ റെയ്ഡ്കോ ചെയർമാൻ വത്സൻ പനോളി, നഗരസഭാ ചെയർപേഴ്സൺ വി. സുജാത, ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി. രാമകൃഷ്ണൻ, കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ. ധനഞ്ജയൻ, കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി. വി. ശശീന്ദ്രൻ, യുവജനക്ഷേമ ബോർഡ് അംഗം വി. കെ. സനോജ്, കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കിഴക്കയിൽ, കെ. അജിത, കെ. ലീല, കെ. വി. ഗംഗാധരൻ, എം. സുകുമാരൻ, എൻ. ധനഞ്ജയൻ, വി. രാജൻ, വി. കെ. ബലരാമൻ, എം. വി. മോഹനൻ, സിജി ജോർജ്, എം. ദിലീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ IRPCക്ക് നൽകുന്ന പാലിയേറ്റീവ് കിറ്റിന്റെ വിതരണം മുൻ റെയ്ഡ്കോ ചെയർമാൻ വത്സൻ പനോളിയും ജീവനം കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നഗരസഭാ ചെയർപേഴ്സൺ വി. സുജാതയും വിതരണം ചെയ്തു. 1000-ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് പരിപാടികൾ കാണാൻ പറ്റാവുന്ന വിധത്തിലാണ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. 24 വർഷം മുമ്പ് നിർമ്മിച്ച ഓഡിറ്റോറിയവും ഡൈനിങ് ഹാളിൻ്റെയും നവീകരണ പ്രവൃത്തി നിലവിൽ നടന്നുവരികയാണ്. പൂർണ്ണമായും ശീതീകരിക്കുന്ന ഓഡിറ്റോറിയം മാർച്ച് മാസത്തോടെ തുറന്നുകൊടുക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.